സമകാലികത്തിന്റെ ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കുകളിലും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റുകളിലും മ്യൂച്വൽ ഫണ്ടിലുമൊക്കെ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഒരു വർഷം നിക്ഷേപിച്ചാൽ പ്രശ്നമാകുമോ, അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമോ എന്ന സംശയങ്ങൾ നിരവധി പേർക്കുണ്ട്. ഇത്തരത്തിൽ നിയമത്തിന്റെ നൂലാമാലകൾ ഭയന്നുകൊണ്ട് കുറച്ച് നിക്ഷേപിക്കുന്നവരും പല ബാങ്ക് അക്കൗണ്ടുകളിലായി നിക്ഷേപിക്കുന്നവരും നിരവധിയാണ്. എന്നാൽ ഈ സംശയത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇൻകം ടാക്സ് ലോയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ 3 വിഭാഗമായാണ് തരംതിരിക്കുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാൻ ഇല്ലാത്തവർ അല്ലെങ്കിൽ ടാക്സ് അടക്കാൻ ഇല്ലാത്തവരാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നത്. അഥവാ ഇത്തരക്കാർക്ക് ടാക്സ് അടക്കാൻ മാത്രമുള്ള വരുമാനം ഇല്ലാത്തവരാണ്. രണ്ടാമത്തെ വിഭാഗം ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായി അടക്കുന്നവരാണ്. അതായത് അവർക്ക് ടാക്സ് അടക്കാനുള്ള ബാധ്യത ഉണ്ടാവില്ല. മൂന്നാമത്തെ കാറ്റഗറി ഇൻകം ടാക്സ് സമർപ്പിക്കുകയും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്ന ആളുകളാണ്. ഏപ്രിൽ 1 ആരംഭിച്ച് മാർച്ച് 31 അവസാനിക്കുന്ന ഒരു സാമ്പത്തിക വർഷം 10 ലക്ഷത്തിൽ കൂടുതൽ തുക ഒരു വ്യക്തിക്ക് ബാങ്കിലോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുകളിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ നിക്ഷേപിക്കാൻ പാടില്ല എന്ന ഒരു നിയമവും ഇല്ല എന്ന കാര്യം ഓർക്കുക. അതായത് ഒരു വ്യക്തിക്ക് എത്ര തുക വേണമെങ്കിലും ബാങ്കിലോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപിക്കാം. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ലീഗൽ ആയിട്ടുള്ള പണമായിരിക്കണം. അതായത് കള്ളപ്പണമൊന്നും ആവാൻ പാടില്ല. നിങ്ങളുടെ പണത്തിന് വ്യക്തമായ ഒരു സോഴ്സ് ഉണ്ടായിരിക്കണം. ഒരു വ്യക്തി ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ബാങ്കിലോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപിച്ചാൽ ഇക്കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും. അതുപോലെ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലുമൊക്കെ ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ തുക നിക്ഷേപിച്ചാൽ ആ കാര്യവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും. എന്നാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ലീഗലായിട്ടുള്ള പണമാണെങ്കിൽ, അതായത് നിങ്ങളുടെ പണത്തിന് വ്യക്തമായ ഒരു സോഴ്സ് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമോ നടപടികളോ നേരിടേണ്ടി വരില്ല. ഇനി നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചില്ലെങ്കിൽ, ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളുടെ കാര്യം പരാമർശിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് വന്നേക്കാം. അതായത് ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചേക്കാം. അത്തരത്തിലൊരു നോട്ടീസ് വരുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച ഈ പണത്തിന് വ്യക്തമായ സോഴ്സ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ആ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റു നടപടികളൊന്നും നേരിടേണ്ടി വരില്ല. മാത്രമല്ല നിങ്ങൾക്ക് തുടർന്നും നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികളും ചിലപ്പോൾ പിഴയുമൊക്കെ അടയ്ക്കേണ്ടി വന്നേക്കാം. അതായത് നിങ്ങൾ നിക്ഷേപിച്ച പണം കള്ളപ്പണമാണെങ്കിൽ അല്ലെങ്കിൽ സോഴ്സ് വ്യക്തമാക്കാൻ സാധിക്കാത്ത പണമാണെങ്കിൽ പിഴയും തടവും മറ്റു നിയമ നടപടികളുമൊക്കെ നേരിടേണ്ടി വരും. പല സാമ്പത്തിക വർഷങ്ങളിലായാണ് നിങ്ങൾ ഇത്രയും ക്യാഷ് നിക്ഷേപിച്ചതെങ്കിൽ ഇത് ഈ പരിധിയിൽ വരുന്നതല്ല. ഒരു സാമ്പത്തിക വർഷം ഒറ്റത്തവണയായോ പലതവണയായോ 10 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാത്രമാണ് ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിനാൽ നിക്ഷേപങ്ങൾ നടത്തുന്നവർ ഈ കാര്യം മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ള